എന്നെക്കാട്ടി വലുത് അവൾ എപ്പോഴാണ് എന്നെക്കാട്ടി എന്താ അവൾക്കുള്ളത്? എനിക്കുള്ളതല്ലാണ് അവൾക്കുള്ളൂ. തളർന്ന് വീഴാൻ പോകുന്നതൊക്കെ അഭിനയിച്ചു. അപ്പോഴും ആ സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചു. മനഃപൂർവ്വം എൻ്റെ മോളെ ചതിച്ച് കൊന്നത്. അശ്വതി തൂങ്ങി മരിച്ചു. സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള അച്ഛനും അമ്മയും വിചാരിച്ചത് അവർക്ക് എന്തെങ്കിലും മാനസിക അവസ്ഥയുണ്ട്, അതുകൊണ്ട് തൂങ്ങി മരിച്ചെന്നൊക്കെയാണ് വിചാരിച്ചത്. എന്താണ് കാരണം എന്നുള്ളത് ഇവർ കണ്ടെത്താനും പറ്റുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി യാതൊരു കാരണവും ഈ വീട്ടിലുള്ള അശ്വതിയുടെ അച്ഛനും അമ്മയ്ക്കും കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷേ എല്ലാം കാണുന്ന ഒരു ശക്തി മേളിലുണ്ടെന്ന് പറയാറുണ്ടല്ലോ. എല്ലാ കള്ളത്തരങ്ങളും ഒരു ദിവസം പൊളിയും എന്ന് പറഞ്ഞതുപോലെ ഈ വീട്ടിലെ അശ്വതിയുടെ മക്കളാണ് ഈ കേസിന് തുമ്പുണ്ടാക്കിയത്. കാരണം അശ്വതിയുടെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ അശ്വതിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള ആ രഹസ്യങ്ങൾ അടങ്ങിയ ഫോൺ തുറക്കാൻ ഈ വീട്ടിൽ ആർക്കും പറ്റിയില്ല. അങ്ങനെ ആ ഫോൺ തുറന്നതോടെ ആ രഹസ്യങ്ങളെല്ലാം പുറത്താവുകയാണ്. അശ്വതി എന്താണ് സംഭവിച്ചത്, അശ്വതിയുടെ മരണത്തിന് കാരണക്കാരൻ ആരാണ് എന്നുള്ള കാരണമൊക്കെ വ്യക്തമായിട്ട് തെളിയിച്ചത് ഈ കുട്ടികളാണ്. സത്യം പറഞ്ഞാൽ ഈ 6 വയസ്സുള്ള കുട്ടിയാണ്, 2 കുട്ടികളാണ് അശ്വതിക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അശ്വതിയുടെ ഈ മൊബൈൽ ഫോൺ തുറക്കാൻ യാതൊരു മാർഗ്ഗമില്ല. പാസ്വേഡ് അത്രയും ശക്തമായിരുന്നു, ആർക്കും തുറക്കാൻ പോലും ഒക്കാത്തൊരവസരത്തിൽ ഈ കുട്ടികളാണ് ആ ഫോൺ തുറന്ന് ആ രഹസ്യം പുറലോകത്ത് എത്തിച്ചത്. ഇല്ലെങ്കിൽ ഈ സമയത്ത് പോലും അശ്വതിക്ക് എന്താണ് സംഭവിച്ചത്, ഭർത്താവിൻ്റെ പീഡനമാണോ ഒന്നും അറിയാതെ കേസ് ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകാൻ. ഇതാണ് സംഭവം. മോനെ എന്തുകൊണ്ട് വിശേഷം? മോനെ സുഖമാണോ? മോൻ്റെ അനീതി എന്തി റൂമിലാണോ? മോൻ്റെ പേരെന്താ പറഞ്ഞേ? മോൻ്റെ അനിയത്തിയുടെ പേരെന്തോ? അനിയത്തിയാണോ ഉള്ളത് അതോ ചേച്ചിയാണ്? ഇപ്പോൾ 2 പേര് ഇരട്ട കുട്ടികളാണല്ലേ? അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ ഈ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് അറിയുന്നു. ആ മൊബൈൽ ഫോൺ തുറക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്ന ആ സത്യം പുറലോകം അറിയുന്നത്. നിങ്ങൾ ആദ്യം അശ്വതി മനസ്സ് നൊന്ത് ഒരുപാട് കാല് പിടിച്ച് ഭർത്താവിനോട് യാചിക്കുന്ന കുറേ ക്ലിപ്പുകൾ നിങ്ങൾ കേൾക്കുക. ആരുടെയും മനസ്സലിയുന്ന ഒരു ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആ സ്ത്രീ യാചിക്കുന്ന കുറേ ശബ്ദശകലങ്ങൾ, അത് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ എന്താ ചെയ്യണ്ട ഏട്ടാ, സഹിക്കാൻ പറ്റുന്നില്ല. കരഞ്ഞ് എൻ്റെ കണ്ണൊക്കെ വേദന എടുക്കുന്നു. ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം ചേട്ടനെ ഒഴിച്ച്. ഞാനല്ലേ എൻ്റെ ചേട്ടൻ വലുത്. എന്നെക്കാട്ടി വലുത് അവൾ എപ്പോഴാണ് എന്നെക്കാട്ടി എന്താ അവൾക്കുള്ളത്? എനിക്കുള്ളതല്ലാണ് അവൾക്കുള്ളൂ. ഞാനിങ്ങനെയൊക്കെ എൻ്റെ ശരീരമായത് ഞാൻ മനഃപൂർവ്വം ഇതൊന്നുമല്ലല്ലോ. അവളോട് പറയേട്ടാ, അവൾ പറഞ്ഞ കേൾക്കും ചേട്ടാ. അവൾ നല്ലൊരു പെണ്ണാണെങ്കിൽ കേൾക്കും, അതെനിക്ക് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിനെ തൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കാല് പിടിച്ചു പറഞ്ഞു. എന്നിട്ട് അയാളുടെ മനസ്സ് മാറുന്നില്ല. അവസാനം പെണ്ണല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, ആരോടൊന്നും പറയാതെ ഈ അച്ഛനും അമ്മയോടും ഒരു സൂചന പോലും കൊടുക്കാതെ പെൺകുട്ടി ഈ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. കാലങ്ങളായിട്ട്, 2 ദിവസങ്ങളായിട്ട് ഇവർക്കറിയത്തില്ല അതിൻ്റെ ഉത്തരം. എന്താണ് സംഭവിച്ചത്, പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? മോള് നല്ല രീതിയിൽ സ്ത്രീധനമൊക്കെ കൊടുത്തത് ആ കാറെല്ലാം കൊടുത്തിട്ടാണ് കെട്ടിച്ചു വിടുന്നത്, അറിയാമല്ലോ. അപ്പോൾ അത്രത്തോളം ഒരു പാവപ്പെട്ട മനുഷ്യൻ കൃഷിയൊക്കെ ചെയ്ത് ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ, മക്കൾക്ക് വേണ്ടി സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചു. അവസാനം ആ കാറ് വരെ ആ പെൺകുട്ടി കൊടുത്തു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട ആ അച്ഛനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ചങ്ക് പൊടിയുന്ന കാഴ്ചയാണ്. നേരത്തെ അച്ഛൻ ഈ ഒരു സംഭവം കൊച്ചുമക്കൾ പുറത്ത് കൊണ്ടുവന്നില്ലായിരുന്നു, നിങ്ങളിപ്പോഴും അശ്വതിക്ക് എന്താ സംഭവിച്ച പോലെ അറിയായിരുന്നു അല്ലേ? അറിയത്തില്ല. ഈ അശ്വതി ഈ തൂങ്ങി മരിക്കുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ പുറത്തു പോയ സമയത്താണ് സംഭവിക്കുന്നത്. അപ്പൊ എന്തോ എന്താണെന്ന് ഒരു സൂചന പോലും ഇല്ല. ഒരു സൂചനയില്ല. ഒരു കുറെ ഗുളിക കഴിച്ചതിന്റെ അതിന്റെ സെൽഫ് കുറെ ഉണ്ട്. മരിച്ചു കിടക്കുന്ന സമയത്ത് അടുത്ത് ബോഡിയുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് അതിനകത്ത് ഗുളിക കഴിച്ചായിട്ടൊന്നും യാതൊന്നുമില്ല. അപ്പൊ എന്നാലും ആ സമയത്ത് അച്ഛനൊരിക്കലും വരുമാനം സംശയിക്കുന്നില്ല. ഇല്ല. അപ്പൊ അവൻ നല്ല ഡീസന്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പെരുമാറുകയാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ചതി ചെയ്യുന്ന കാര്യം ഒന്നും പറയുന്നില്ല. ഒരു സംശയം പോലും ഉണ്ടാവുന്നില്ല. അതിന്റെ സംശയം ഇല്ലാത്തതെന്ന് പറയുന്നത് പിന്നെ കാരണം ഈ പയ്യനെന്ന് പറഞ്ഞാൽ അതേ രീതിക്കാണ് ഇവിടെ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇവര് തങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു ബന്ധമുണ്ടെന്നുള്ളത് ഇത് ശേഷമാണെന്ന് അറിയുന്നത്. കാരണം അവർക്ക് എൻ്റെ മകൾക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. ഈ അവന്റെ ഒരു ജീവിതമാർഗം പോലും ഉണ്ടാക്കി കൊടുത്ത അച്ഛനാണ് ഗൾഫ് കയറ്റി വിടുന്നത്. ഇത് മകൾക്ക് വേണ്ടി മേടിച്ചു കൊടുത്ത കാറല്ലേ? അതെ. അത് അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അച്ഛന്റെ ജോലി എന്തുവായിരുന്നു? ഞാൻ ആശാരിപ്പണി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് അത് കഴിഞ്ഞ് കഷ്ടപ്പെട്ടാണ് പിന്നെ ഗൾഫിൽ പോയി. പിന്നെ കൂലിവേല അല്ലാത്ത പണികൾ ചെയ്തും ഒക്കെ ഉണ്ടാക്കിയതാണിത്. ഈ മൊബൈൽ ഫോൺ നിങ്ങളിൽ എത്തുന്നത്, എന്നിട്ട് തുറക്കാനൊന്നും അറിയത്തില്ല, പാസ്വേഡ് ഒന്നും അറിയത്തില്ല.
അങ്ങനെ ആ ഈ മൊബൈൽ ഫോണത്ത് എന്തെങ്കിലും രഹസ്യം ഉണ്ടാവും എന്നൊരു സംശയം ഉണ്ടായിരുന്നോ? കാരണം അത് അഴിഞ്ഞെങ്കിലല്ലേ പോലീസ് പറയുന്നത് ഇത് അഴിക്കാൻ പറ്റത്തില്ല. പിന്നെ പോലീസ് ഉൾപ്പെടെ ഇത് നോക്കി. ഈ കുട്ടികളെ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെല്ലാം നോക്കിയിട്ടും ഒരു കാരണവശാലും ഇത് അഴിക്കാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം വെളുപ്പാക്കാലത്തെ അടുത്ത് കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ട് മോളും മോനും കൂടെ വന്ന് കൊച്ചുമോളും കൂടെ വന്നിട്ട് അച്ഛാ അമ്മയുടെ മൊബൈലിൽ എന്തോ സൗണ്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ എന്നെ രണ്ടുപേരും കൂടെ കൈക്ക് പിടിച്ച് പെരക്കകത്ത് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ മേശ പറഞ്ഞ് മൊബൈൽ എടുത്തപ്പോൾ മോള് ഇത് പിടിച്ച് പറിച്ചിട്ട് എസ് അടിച്ച് ഓണാക്കി. ഈ എസ് ഞങ്ങളെല്ലാം പരിശ്രമിച്ചിട്ടും അന്ന് നടന്നിട്ടില്ല. മോളാണ് തുറന്നത്. അപ്പൊ അതോടുകൂടി ഒരു ഭയങ്കര ഞെട്ടിക്കുന്ന സത്യം പുറത്താവുകയാണ് അല്ലേ? ഈ വോയിസ് ക്ലിപ്പ് അന്നേരം മോള് കേൾപ്പിക്കുവാണ്? കൊച്ചുമോള് മോളല്ല, അനിയന്റെ മോള്. നോക്കിയപ്പോഴാണ് സംഭവം കാണുന്നത്. വന്ന് ഇവിടുന്ന് കൊണ്ടുവരാൻ ഞങ്ങൾ ആരെങ്കിലും വരണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, ആരും വരണ്ട. ഈ പയ്യൻ്റെ ജ്യേഷ്ഠനും തള്ളി വേറെ ആരുടെ കൂടെ പോയി കൊണ്ടുവന്ന വഴിക്ക് അവർ മൊബൈലെല്ലാം അങ്ങ് മാറ്റി. നമ്മളിത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ഭയങ്കര ഒരു അഭിനയം നടത്തി. ഒരു കരച്ചിലൊരു കിടന്ന് ഉരുണ്ട് ഞാൻ ഇപ്പൊ ചാവുമെന്നും പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് പോയി 5 ചെന്ന് ആസ്പത്രിയിൽ വന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അടുത്ത പിന്നെ മാതാ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൽ കയറിയപ്പോൾ ഭക്ഷണം കഴിച്ച് അത് ദൃസാക്ഷി കൊണ്ടുപോയത് തന്നെ പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചത് വെട്ടി വിഴുങ്ങി ബോഡി ചെത ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെനിക്കൊരു ചെറിയ ഡൗട്ട് പോലെ. സ്വാഭാവികമായിട്ട് ആ സമയത്ത് കുടിക്കത്തില്ല. ആരും മനസ്സാക്ഷിയുള്ള ഒരു കുഞ്ഞുങ്ങളും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല. ഇവൻ അവിടെ കയറി വിശാലമായിട്ട് ഉണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് വീണ്ടും ഇവിടെ കയറി കിടന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് അത് 5 പിറ്റേന്ന് ഇതുപോലെ അവന് ശരീരം വല്ലാതെ വരുന്നു, കൈകാല് വിറയ്ക്കുന്നു എന്നും പറഞ്ഞ് തളർന്ന് വീഴാൻ പോകുന്ന കണക്കൊക്കെ അഭിനയിച്ചു. അപ്പോഴും ആ സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഈ 5 അസ്ഥിയെടുപ്പിൻ്റെ ഇതേപോലെ അഭിനയിച്ച് പോയി. അത് കഴിഞ്ഞിട്ട് പതുക്കെ അവിടുന്ന് അവൻ്റെ സാധനങ്ങളെല്ലാം വരിക്കെട്ടി കൊണ്ടുപോയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്നുള്ള സാധന സാമഗ്രികളെല്ലാം കൂടെ രക്ഷപ്പെടുകയാണ്. നിങ്ങളുടെ ആ ഒരു കച്ചവടം വേണ്ടെന്ന് പറഞ്ഞ് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ബന്ധം, ആ ബന്ധം അങ്ങനെ തന്നെ പറയാം. നിങ്ങൾക്ക് തെളിവെല്ലാം കിട്ടി. വേറൊരു സ്ത്രീയുമായിട്ട് മരുമകൻ അഭിഹിത ബന്ധം ഉണ്ടെന്ന് അറിയുന്നു. ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ മോളുടെ വായിന്ന് എപ്പോഴും കിട്ടുന്നുണ്ടോ? ഞങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. വോയിസിനകത്ത് അവള് നിലവിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് കരഞ്ഞാണ് അവൾ ഇത് ചെയ്യുന്നത്. ഇവന് എന്തോ മറുപടി കൊടുത്തെന്നുള്ളതൊന്നും നമുക്കറിയാൻ വയ്യ. അപ്പൊ ആ മറുപടി ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. തന്നെ വേണ്ട, താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞു കാണും. ഈ ഒരു കണക്ക് കാണിക്കത്തില്ലല്ലോ. പക്ഷെ അത് കരഞ്ഞു പറയുകയാണ് ഒരു സ്ത്രീ. അതിന്റെ പരമാവധി എൻ്റെ അപ്പൂനെ ഓർക്കുക അല്ലെങ്കിൽ മക്കളെ ഓർക്കൂ എന്നൊക്കെ പറഞ്ഞ് അത്ര യാചിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഭർത്താവ് ഒരുപക്ഷെ ഇതെല്ലാം മറന്ന് തിരിച്ചു വന്നായിരുന്നെങ്കിൽ അശ്വതി നമ്മളോടൊപ്പം കണ്ടേനായിരുന്നു. തീർച്ചയായിട്ടും കണ്ടേനായിരുന്നു. ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അവള് പറയുന്നുണ്ട് അതിനകത്ത്, ചേട്ടാ അപ്പൂനെയും അമ്മൂനെയും അമ്മ ഇല്ലാതാക്കല്ലേ ചേട്ടാന്ന് എടുത്ത് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാതായി. അതിനുശേഷം ഈ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ അയാള്? അതിനുശേഷം വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം 20-ാം തീയതി കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ടില്ല. അല്ലേ? യഥാർത്ഥത്തിൽ ഈ മറ്റേ കക്ഷി അച്ഛൻ കണ്ടു തേടി പിടിച്ചിട്ടുണ്ടോ? മകളുടെ ജീവിതം നശിപ്പിച്ച സ്ത്രീയെ? ഇല്ല, ഞങ്ങൾ അതിനെ പറ്റി തിരക്കി പോയിട്ടില്ല. മോക്കുള്ള ഫോട്ടോ അല്ല മൊബൈലിനകത്ത് അവൻ അയച്ച ഇതുണ്ട്. തീവ്ര ബന്ധമായിരിക്കും. മോളെല്ലാം കണ്ടുപിടിച്ചാണ് ഇത് അയച്ചു കൊടുത്ത്. ഇവൻ ഇത് അയച്ചു കൊടുത്ത് അവള് മരിക്കാൻ നേരത്ത് അവള് പറയുന്നുണ്ട് ദേവൂസ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഹായ് പറഞ്ഞിട്ടാണ് സനുവിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇതേപോലെ പിന്നെ സംഭവം പിന്നെ എനിക്ക് ഫോട്ടോ അയച്ചു തന്ന് പിന്നെ അവളെയും കാണിച്ചു തന്നിട്ട് എങ്ങനെയും പിന്നെ എന്റെ കൂടെ നിൽക്കുക, എന്റെ മക്കളെയും കൂടെ നിൽക്കുക, എന്റെ സ്വത്തുക്കൾ കംപ്ലീറ്റ് ഞാൻ വിറ്റ് വേണമെങ്കിൽ അവളെ വരെ കെട്ടിക്കാം എന്നുള്ള രീതിയിലെല്ലാം അങ്ങനെല്ലാം ഈ വോയിസിനകത്ത് പറയുന്നുണ്ട്. അതെ 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 അതെ. 1 ഏക്കർ 15 സെന്റ് സ്ഥലം, റബ്ബർ കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് കാറ് കൊടുത്ത് സ്വർണം 35 പവന്റെ സ്വർണം കൊടുത്ത്, പിന്നെ പോരാഞ്ഞിട്ട് അവന് പിന്നെ ഫാം തുടങ്ങണമെന്ന് പറഞ്ഞ പശു ഫാം 3 ലക്ഷം രൂപ ഞാൻ എടുത്ത് കൊടുത്ത് അത് തിരിച്ചെനിക്ക് 80,000 രൂപ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ
വേറൊരു പിന്നെ 50 സെന്റ് സ്ഥലമുണ്ട് റബ്ബർ. അതിൽ ആദായം ഇവിടെ എല്ലാവരും നാട്ടുകാർക്ക് മൊത്തം അറിയാം. കാരണം അവന് ജോലിയില്ല, നിങ്ങൾ വെട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞു. ഞങ്ങൾ ഇവിടെ പട്ടിണിയും കിടന്നുകൊണ്ട് ഇവർക്ക് അവിടെ താമസിച്ച സമയത്ത് അങ്ങനെ തന്നെ ചെയ്യണം നിങ്ങളോട് അല്ലേ? അതെ അതെ അതെ. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം വലിയ കഷ്ടമൊന്നുമില്ല. ഇന്ന് ഈ മരിച്ചിട്ട് ഇത്രയും ദിവസമായി ഈ കുഞ്ഞ്, ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല. ഈ ഇവിടെ നടന്ന കാര്യങ്ങൾ മൊത്തം ഞാൻ കടം മറിച്ചാണ് ചെയ്തത്. അവന് ഒന്ന് എന്ത് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ എന്ത് ചെയ്ത് മാമ, ഈ കുഞ്ഞുങ്ങളുടെ ആഹാരത്തിന്റെ പ്രശ്നം അങ്ങനെയാണ്. ഇപ്പൊ എത്ര പ്രാവശ്യം ആസ്പത്രി കൊണ്ടുപോയി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അവൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവൻ മനഃപൂർവ്വം എൻ്റെ മോള് പിന്നെ ചതിച്ച് കൊന്നത്. കാരണം ഈ സ്വത്തുക്കൾ മൊത്തവും കൈക്കലായിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോയിട്ട് അടിച്ചുകൊണ്ട് ഈ കാറും സ്വത്തും എല്ലാം അവൾക്കും കൂടെ അനുഭവിക്കാം എന്നുള്ളൊരു രീതിയിലാണ് അവൻ മുന്നോട്ട് പോയത്. ഇപ്പൊ എന്തായാലും ഒരു സമാധാനമുണ്ട്, നമുക്ക് നിങ്ങൾക്ക് അറിയില്ല എന്താ മകൾക്ക് സംഭവിച്ചത്, അതിനുള്ള തെളിവും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അവനെ എങ്ങനെയും അകത്താക്കുമെന്ന് മാത്രമാണ് ഉദ്ദേശം അല്ലേ? അല്ല സഹതാപം ഉണ്ടോ? കുഞ്ഞുങ്ങളെ ഒരു സഹതാപവും ഇല്ല. കാരണം കുഞ്ഞുങ്ങളെ പിന്നെ അവൻ തിരിച്ചു പോലും നോക്കിയിട്ടില്ല. ഞങ്ങൾ പിച്ച ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കുഞ്ഞുങ്ങളെ ഞങ്ങളെ വളർത്തിക്കൊണ്ടുപോകും. അച്ഛൻ ആരോഗ്യമുണ്ട്, അമ്മയ്ക്ക് ആരോഗ്യമുണ്ട്, കുഴപ്പമില്ല. എനിക്ക് തീരെ വയ്യ, സംഭവം എല്ലാം ഓക്കെ. പക്ഷേ കുഞ്ഞുങ്ങൾ ഇവന്റെ കണക്കൂട്ടൽ ഇതായിരുന്നു. ഈ പിന്നെ കാറും സ്വർണവും അടിച്ച് വസ്തുവും എല്ലാം കൂടെ അടിച്ച് മാറ്റിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിട്ട് ലവളുമായിട്ട് ബലസാം ഈ കുഞ്ഞുങ്ങളായിട്ട് അങ്ങോട്ട് കണ്ട് പ്രത്യക്ഷപ്പെട്ടു. പോലീസിന് നീതി കാണത്തില്ല, അത് നല്ല ഉറപ്പായി. അവര് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി. കാരണം ഈ പാസ്വേഡ് അടിക്കാൻ പറ്റത്തില്ല അല്ല അന്ന് ആദ്യം പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. ഇപ്പൊ ഈ പാസ്വേഡ് അടിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ പറയുന്നത് ഇത് പിന്നെ ഇത് ഫൈബ്രസിൽ കൊടുത്ത എടുക്കാൻ ഒക്കത്തില്ല, അത് നിയമപ്രകാരം എടുക്കാൻ ഒക്കത്തില്ല, മറ്റേതാ മറിച്ച കൂടെ ഇറക്കി അല്ലേ? എന്തായാലും എനിക്ക് ഇത്രേ ഉള്ളൂ പറയാം. നമ്മൾ പറയുന്നില്ല ചിലപ്പോൾ എല്ലാം കാണുന്ന ശക്തി മേലുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു സംഭവമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അച്ഛനും അമ്മയ്ക്ക് നീതി കിട്ടണം. ഇങ്ങനെ ഈ വൃത്തിയായിട്ട പോക്കൃത്തരം കാണിച്ച് അവൻ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ വഴിയിൽ എത്തിച്ച് അർഹമായ ശിക്ഷ കൊടുക്കട്ടെ അല്ലെങ്കിൽ കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അതുവരേക്കും